മുതലാമത് സഫ് പൂർത്തിയാക്കിയിട്ടാണ് പിന്നെ രണ്ടാമത് സഫിലേക്ക് പോകേണ്ടത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ കാര്യങ്ങളിലും അദബുകൾ ചുറ്റിനും പഠിച്ചിരിക്കും. അപ്പൊ നമ്മൾ അൽഹംദുലില്ലാഹ് അന്ത അദബുകൾ ശരിയായി പാലിക്കാനും അള്ളാഹുവിന്റെ പ്രതിഫലം കരസ്ഥമാക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖാകട്ടെ. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹു തആല നമ്മളെ ഈ കുറഞ്ഞ കാല ദുനിയാവിലേക്ക് അയച്ചിരിക്കുക. இந்த வாழ்க்கைയുടെ പ്രത്യേകത എന്താണ്? இந்த வாழ்க்கை ഇന്നല്ലെങ്കിൽ നാളെ തീർന്നു. ഇന്നല്ലെങ്കിൽ തീർന്നു, നാളെ തീർന്നു. இந்த வாழ்க்கை കാലങ്ങൾ ഇരിക്കാതെ നമ്മൾക്ക് മുന്നാടി എത്രയോ ജനങ്ങൾ, നമ്മുടെ പിതാക്കൾ, പിതാവിന്റെ പിതാക്കൾ, ഉപ്പമാർ, വാപ്പമാർ, നമ്മൾ മുന്നിൽ എത്രയോ ആൾക്കാർ ഈ ലോകത്തേക്ക് വന്ന ആൾക്കാരാണ്. അവരെല്ലാം ദുനിയാവിൽ നിന്നും യാത്രയായി കഴിഞ്ഞു. നമ്മളിപ്പോൾ ഇന്നത്തെ കാലം നമ്മൾ ദുനിയാവിൽ ജീവിക്കുകയാണ്. നമുക്കും അല്ലെന്നില്ല ദുനിയാവിലെ ജീവിതം നമുക്ക് തന്നിരിക്കും. ഇതൊന്നല്ലെങ്കിൽ നാളെ നമ്മളും ഇത് ഒന്ന് ഉപേക്ഷിച്ചിട്ട് പോകേണ്ടി വരും. പിന്നീട് പുതിയ തലമുറ വരും. ഇത് നമ്മൾ ദുനിയാവിലെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായ ഒരു ജീവിതമല്ല. പക്ഷേ അല്ലാഹു തആല ഒരു മനുഷ്യന്റെ വ്യക്തി, ഒരു മനുഷ്യന്റെ വിജയം, ഒരു മനുഷ്യന്റെ വിജയവും പരാജയവും അത് നിർണ്ണയിക്കാൻ വേണ്ടിയാണ് അല്ലാഹു തആല ദുനിയാവിലേക്ക് അയച്ചിരിക്കുന്നത്. ഒരു മനുഷ്യനെ ദുനിയാവിലേക്ക് അയച്ചിരിക്കുന്നതിന് വേണ്ടിയാണ് അവന് ദുനിയാവിൽ ജീവിച്ച് അള്ളാഹുവിന്റെ നല്ല അടിയാറുകളായിട്ട് മാറി അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട സൽപ്രവൃത്തികൾ, നല്ല അമലുകൾ ചെയ്ത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട നല്ല ഒരു മൂവിനായിട്ട്, അന്തസ്സുള്ള ഒരു മൂവിനായിട്ട് അവൻ അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളായിട്ട് ദുനിയാവിൽ യാത്ര. അതിനുവേണ്ടിയാണ് അള്ളാഹു തആല ദുനിയാവിലേക്ക് അയച്ചത്. അപ്പൊ ഈ കാര്യം മനസ്സിലാക്കി തരാൻ വേണ്ടി അള്ളാഹു തആല എന്ത് ഇന്ത ലോകത്തേക്ക് അള്ളാഹു തആല നബികളെ അള്ളാഹു തആല അയച്ചു, നബിമാരെ അയച്ചു അള്ളാഹു തആല. ആദം നബി അലൈഹിസ്സലാം തൊട്ട് തുടങ്ങി മുതലാമത്തെ നബിയാണ് ആദം നബി അലൈഹിസ്സലാം. അന്ന് അവസാനത്തെ നബിയായിട്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചു. ഏകദേശം 1,00,000-ൽ പുറത്ത് 1,00,000-ലധികമായ നബിമാരെ അല്ലാഹു അയച്ചു. എല്ലാ നബിമാരും കൊണ്ടുവന്ന ദീൻ ഒരേ ദീന, എല്ലാ നബിമാരും കൊണ്ടുവന്ന ദീൻ ഒരേ ദീന. എല്ലാവരുടെയും വ്യക്തി എവിടെ ഇരിക്കാണ്? ദുനിയാവിലെ വ്യക്തിയും അതുപോലെ തന്നെ മരണത്തിന് ശേഷം മൗത്തിന് പിന്നാടി വരുന്ന മർമ്മലോകത്തിലും അന്തലോകത്തും അള്ളാഹു വ്യക്തി വെച്ചിരിക്കുന്നത് അവരുടെ ദീനിൽ തന്നെ വെച്ചിരിക്കുന്നത്. ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കട്ടളകളെ, അതുപോലെ തന്നെ നബിയുൽ നായകം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുബാറക്കായ അന്ത വാഴ്ക്കയിൽ ആ വഴിവഴിയിലൂടെ നമ്മൾ പൂർത്തീകരിക്കുകയാണെങ്കിൽ അതിന്റെ പേരാണ് ദീൻ എന്ന് പറഞ്ഞാൽ. നബി സല്ലല്ലാഹു തങ്ങൾ കാണിച്ചിരുന്ന ദീൻ നമസ്കാരം കൊണ്ടോ, തൊഴിൽ കൊണ്ടോ, നോമ്പ് കൊണ്ടോ, സകാത്ത് കൊണ്ടോ, ഹജ്ജ് കൊണ്ടോ പൂർത്തിയാവാറ്. ഇത് പ്രധാനപ്പെട്ട ഭാഗം മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചിരുന്ന ദീൻ 24 മണിക്കൂറത്തെ വാളുകൾ, 26 മണിക്കൂർ വരെ. എത്രത്തോളം ഒരു ജനിച്ചത് മുതൽ അവരുടെ മൗത്ത് വരെ രാവിലെ എന്റെ തൂക്കത്തിൽ നിന്ന് ഉണർന്ന് തന്നെ എന്ത് ചെയ്യും? അതുകൊണ്ട് അവൻ തൂങ്ങാൻ വേണ്ടി പോയി, രാത്രി ഉറങ്ങാൻ വേണ്ടി പോയി തൂങ്ങാൻ. അതുപോലെ അവന്റെ ജീവിതത്തിന്റെ ഏതെല്ലാം മേഖലകളുണ്ടോ മുഴുവൻ മേഖലകളിലും അൽഹംദുലില്ലാഹ് ദീനുണ്ട്. ഒരു മനുഷ്യൻ വീട്ടിലേക്ക് പ്രവേശിക്കുന്നു, അതിന് ദീനുണ്ട്. വീട്ടില് ജോലികൾ ചെയ്യുന്നു, അതിൽ ദീനുണ്ട്. കച്ചവടത്തിൽ ദീനുണ്ട്, കൃഷിയിൽ ദീനുണ്ട്, വ്യാപാരത്തിൽ ദീനുണ്ട്, വ്യവസായത്തിൽ ദീനുണ്ട്. ഒക്കെ ദീനാണ്, എല്ലാം ദീൻ തന്നെ. പക്ഷെ അതിലെല്ലാം അള്ളാഹുവിന്റെ കട്ടളകൾ എന്താണ്? നബിയുൽ നായകം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാഴ്ക്കയുടെ എപ്പടിയായിരുന്നു അന്ത മുറയെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ് ദുനിയാവിലും അൽഹംദുലില്ലാഹ് നമ്മൾ വ്യക്തിയായി വിടും, മറുമയിലെ ജീവിതത്തിൽ വ്യക്തിയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ സഹാബാക്കളെ നോക്കിയിട്ട്, സഹാബാക്കളുടെ മക്കളെ നോക്കിയിട്ട് ചൊല്ലിയച്ച്, അതായത് നിങ്ങളുടെ ധനം, നിങ്ങളുടെ ദുനിയാവിന്റെ വസ്തുവകൾ, അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബക്കാർ, അതുപോലെ തന്നെ നിങ്ങളുടെ അമലുകൾ, ഇതിന്റെ ഉദാഹരണം പറയട്ടെ ചോദിച്ചു, അതിനെക്കുറിച്ച് പറയട്ടെ ചോദിച്ചു. അപ്പൊ സഹാബാക്കൾ പറഞ്ഞ യാ റസൂലല്ലാഹ് നിങ്ങൾക്ക് അറിയിച്ചു തന്നാലും പറഞ്ഞു, ചൊല്ലുകയെന്ന് പറഞ്ഞു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി, അതായത് ഒരു മനുഷ്യനാണെങ്കിൽ 3 സഹോദരന്മാരുണ്ട്, 3 സഹോദരന്മാർ, ബ്രദേഴ്സ് ഉണ്ടായിരുന്നു, 3 സഹോദരന്മാർ. അദ്ദേഹത്തിന് അവസാനം അടുത്ത സമയത്ത് അദ്ദേഹം ആദ്യത്തെ മുതലാമത് സഹോദരനെ വിളിച്ചിട്ട് അവരോട് ചോദിച്ചു, നീ എനിക്ക് എന്ത് ഉപകാരമാണ് ചെയ്യുന്നത്? എനിക്ക് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മൗത്തിന് പിന്നാലെ എനിക്ക് എന്നെ ഉപകാരം ചെയ്യുവാങ്ക, എന്നെ ഉദവി ചെയ്യുവാങ്ക. ഇത് ആ സഹോദരൻ ചോദിക്കുക. ആദ്യത്തെ മുതലാമത് സഹോദരൻ, അന്ത സഹോദരൻ ചൊല്ലി, ഞാനും നീയുമായിട്ടുള്ള ഈ ബന്ധം, ഞാനും നീയുമായിട്ടുള്ള ഇതെന്ന് പറഞ്ഞാല്
മൗത്ത് വരെ മാത്രമേ ഉള്ളൂ. നീ മൗത്തായി കഴിഞ്ഞാൽ എന്നെ ചെയ്യും? ഞാൻ വേറെ ആൾക്കാരെത്തേക്ക് പോകുന്നത്, നിന്റെ കൂടെ നിൽക്കുക, ഞാൻ വേറെ ആൾക്കാരത്തേക്ക് പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി, ഇന്ന സഹോദരൻ ആരാണ്? അവന്റെ സമ്പത്താണ്, അതിസമ്പത്താണെന്ന് പറഞ്ഞു. അവന്റെ പൈസ, വീട്, കച്ചവടം, കൃഷി, ഇപ്പിടിപ്പെട്ട അവന്റെ ദുനിയാവിയായ സമ്പത്തുകളാണ് ഈ സഹോദരൻ. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ചെയ്യും, അത് വേറെ ആൾക്കാരത്തേക്ക് പോകും. രണ്ടാമത്തെ സഹോദരനെ വിളിച്ചിട്ട് എന്താ ചോദിച്ചു, നീ എനിക്ക് എന്ത് ഉദവി ചെയ്യും ചോദിച്ചു. രണ്ടാമത്തെ അന്ന് സഹോദരൻ പറഞ്ഞു, ഞാൻ നീ മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നിന്നെ കുളിപ്പിക്കും, കഫൻ പൊതിയും, നിന്റെ തോളിലേക്ക് എന്ത് ചെയ്യും? കബർസ്ഥാനിൽ കൊണ്ടുപോകും, ഞാൻ നിന്നെ പേര് നിസ്കരിക്കും, നിന്നെ നല്ല നിലയിൽ കബറിൽ കൊണ്ടുവച്ച് നല്ല നിലയിൽ കബറൊക്കെ ചെയ്യും, ദഫൻ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? കബറിൽ കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം ഞാൻ എന്ത് ചെയ്യും? തിരിച്ചു വീട്ടിലേക്ക് തിരിച്ചു പോകുക, പിന്നെ ഞാൻ നീ ആയിട്ട് ബന്ധമില്ലാന്ന്. ഈ സഹോദരന്റെ പേരെന്താണ്? നബിതങ്ങൾ പറഞ്ഞ ഈ സഹോദരന്റെ പേരാണ് അവന്റെ കൂട്ടുകുടുംബാദികൾ. കൂട്ടുകുടുംബാദികൾ എന്ന് പറഞ്ഞാല് അത്ത, അപ്പ, സഹോദരൻ, അതുപോലെ തന്നെ ഭാര്യ, മനവി, അതുപോലെ തന്നെ മക്കൾ, എല്ലാം ഇതാണ്. അത് മരിച്ചു കഴിഞ്ഞാൽ കബർസ്ഥാനിലെത്തും, കബറിൽ കൊണ്ട് അടങ്ങിയിട്ട് എല്ലാവരും തിരിച്ചു വരുവാൻ, വേറെ ആരുണ്ടാവും, ഒറ്റയ്ക്കുണ്ടാവും. മൂന്നാമത്തെ സഹോദരനെ വിളിച്ചിട്ട് ചോദിച്ചു, നീ എനിക്ക് എന്ത് ഉപയോഗം ചോദിച്ചു. ആ മനുഷ്യൻ മൂന്നാമത്തെ സഹോദരനെ വിളിച്ചിട്ട് അയാൾക്ക് ചോദിച്ചയച്ച്, നിങ്ങൾ എന്ത് ഉപകാരം ചെയ്യും, എന്ത് ഉദവി എനിക്ക് ചെയ്യും ചോദിച്ചു. അന്റെ മൂന്നാമത്തെ സഹോദരൻ ചൊല്ലി, ഞാൻ ദുനിയാവിൽ നിന്നോടൊപ്പം തന്നെ ഉണ്ടാവും, നീ മരിച്ചു കഴിഞ്ഞാൽ കബറിൽ നിന്നോടൊപ്പം തന്നെ ഉണ്ടാവും. നീ കബറിൽ ഒറ്റയ്ക്കായിരിക്കുമല്ലോ, ഒരു മനുഷ്യൻ കബറിൽ ഉണ്ടാവില്ല. ആ സമയത്ത് നിന്നോടൊപ്പം ഇരുന്ന് സന്തോഷപ്പെടുത്തും. നാളെ നിന്നെ ഖിയാമത്ത് നാളിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നന്മയും തിന്മയും നിന്നെ തൂക്കും, നന്മ ഇപ്പുറത്ത്, തിന്മ ഇപ്പുറത്ത്. ആ സമയത്ത് നന്മയുടെ പ്രാർത്ഥന ഭാരപ്പെട്ടില്ല, അമലുകൾ ഭാരം ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ നിന്നെ സ്വർഗത്തിൽ കടക്കുന്നവരെയും എന്തെയും ഞാൻ നിന്നോടൊപ്പം തന്നെ ഉണ്ടാകും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയേണ്ട, ഇതിന്റെ മൂന്നാമത്തെ സഹോദരൻ ആരാണ്? അവന്റെ സൽപ്രവൃത്തികളാണ്, നല്ല അമലുകളാണ്, നന്മയായ അമലുകളാണ്, അമൽ സാലിയാക്കാത്തവർ. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കൾ നേരെ തിരിഞ്ഞിട്ട് നബിതങ്ങൾ ചോദിച്ചു, ഈ മൂന്ന് സഹോദരന്മാരിൽ നിന്നും ഉപകാരമുള്ളത് ഉപരിയുള്ള ആരാണ് ചോദിച്ചു. ആരാണ് പ്രയോജനമുള്ള ആൾ? ഒരു സഹോദരനെ പറ്റി മരിച്ചു കഴിഞ്ഞാൽ വേറെ സ്ഥലത്തേക്ക് പോകും, രണ്ടാം സഹോദരനെ വെച്ചാൽ കബറിലെത്തും, തിരിച്ചു വരും. മൂന്നാമത്തെ സഹോദരൻ എന്താണ്? സ്വർഗം വരെ എത്തിക്കും. അപ്പൊ ആ സമയത്ത് സഹാബാക്കൾ എല്ലാവരും പറഞ്ഞു, സഹാബ എന്നെ പറഞ്ഞിട്ട് ജവാബ് എന്താ ചൊല്ലിയത്? ആ സഹാബാക്കൾ പറഞ്ഞു, മൂന്നാമത്തെ സഹോദരൻ തന്നെയാണ് അവന് ഉപകാരം ഉണ്ടാക്കേണ്ടത്, അയാളാണ് യഥാർത്ഥ സഹോദരൻ, യഥാർത്ഥ ഉപകാരി അയാളാണ്. യഥാർത്ഥം ചിന്തിക്കുന്ന ഈ ഒരു കാര്യം ലോകത്ത് വരുന്ന മുഴുവൻ മനുഷ്യർക്ക് ഈ ഒരു കാര്യം ഉണ്ടാവും. നമ്മളുടെ സമ്പത്ത്, നമ്മളുടെ അധികാരം, നമ്മളുടെ വിജ്ഞാന വസ്തുവകകൾ, പണം, അതുപോലെ തന്നെ ശെൽവങ്ങൾ, ഇതൊക്കെ മരിച്ച് നമ്മുടെ കണ്ണുകൾ അടഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും നമ്മുടേതല്ലാതായിട്ട് മാറും. ഇതൊക്കെ അനന്തരാവകാശം കൊണ്ടുപോകും. എന്നാൽ അതേ അവസരത്തിൽ നമ്മൾ ദുനിയാവിൽ ചെയ്തു കൂട്ടിയ സൽപ്രവൃത്തികൾ, നമ്മുടെ അമലുകൾ, നമ്മുടെ തൊഴുക, നമ്മുടെ നമസ്കാരം, നമ്മളുടെ അതുപോലെ തന്നെ നോമ്പ്, ഖുർആൻ ശരീഫ് പോലെ തിലാവത്തുകൾ, സിക്ർ, അതുപോലെ തന്നെ മറ്റുള്ള ചില ഉദവികൾ, ഉപകാരങ്ങൾ, അഖ്ലാഖ്, ഇഖ്ലാസ്, ഇപ്പിടിപ്പെട്ട തന്മകൾ, ഇപ്പിപ്പെട്ട അമലുകൾ ഉണ്ടാവും. അത് നമ്മളുടെ ഖബറിലും ദുനിയാവിലും അതുപോലെ ജീവിതം മുഴുവൻ അല്ലെങ്കിൽ സന്തോഷത്തിന് കാരണമായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നമ്മൾ ആഹ്റത്തിൽ തയ്യാറാകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾ ചോദിച്ചു, ബുദ്ധിമാനാരാണ് ചോദിച്ചു. നല്ല ബുദ്ധിയുള്ളതാണ്, നല്ല അറിവുള്ള ആളാരാണ് ചോദിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ്ടായി, ഏറ്റവും നല്ല ബുദ്ധിമാരാണ് മൗത്തുക്ക് മുന്നാടി മൗത്തിന് വേണ്ടി തയ്യാറാവുന്ന ആളാണ്. മൗത്തുക്ക് മുന്നാടി വ്യക്തിയായ മനുഷ്യരാണ്, പരാജിതരായ മനുഷ്യരാണ്. അവൻ ദുനിയാവിന്റെ ജോലികൾ, ദുനിയാവിന്റെ ലഹരിയിൽ കഴിഞ്ഞു കൂടിയിട്ട് അള്ളാഹുത്താല എനിക്ക് മാപ്പാക്കുകയെ, അള്ള മാപ്പാക്കുക എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ കട്ടളകളെ മറന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാഴ്ക്കയെ മറന്ന് അപ്പിടിപ്പെട്ട് ജീവിതം നയിച്ചു. അവസാനം ദുനിയാവിന്റെ പറയും നടന്ന് അവസാനം ദുനിയാവും ഇല്ല, ആഹ്റമില്ലാത്ത അവസ്ഥയും നഷ്ടപ്പെട്ടാണ്. അപ്പൊ അതുകൊണ്ട് അള്ളാഹുത്താല നമുക്കൊരു വാഴ്ക്ക ലഭിക്കും, ദുനിയാവിന്റെ വാഴ്ക്ക. ഇന്നല്ലെങ്കിൽ നാളെ ഈ വാഴ്ക്ക തീർന്നു. തീരുന്നതിന് മുന്നാടിയായിട്ട് എന്ത് ചെയ്യണം? നമ്മളുടെ ജീവിതത്തെ വിലകളായി മാറ്റണം, വിലകളായി മാറ്റണം. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തുറകളിലും അള്ളാഹുവിന്റെ നമ്പിക്കയും, അള്ളാഹുവാണ് എന്റെ പരിപാലകൻ, അള്ളാഹുവാണ് എനിക്ക് എല്ലാം തരുന്നത്, എനിക്ക് അപ്പുറപ്പെട്ട ശരിയായ നമ്പിക്കുന്ന വീട്ടിലേക്ക്.
ഇതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നബിതങ്ങൾ നായകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാഴ്വ് നമ്മുടെ ജീവിതത്തിലേക്ക് വരണം. ദുന്യാവ് കൊഞ്ചകാലത്തേക്കായിരുന്നു. ദുന്യാവിൽ എത്ര കാലം ആൾക്കാർ ജീവിച്ചു കഴിഞ്ഞാലും എന്തുപറ്റി എത്ര കാലം ജീവിച്ചു കഴിഞ്ഞാലും ഒന്നും കൊണ്ടുപോകാൻ സാധിക്കാം. ഒരു യാദവിനെ കുറിച്ച് പറയപ്പെടുകയുണ്ടായി, ഒരു അർഷനെ കുറിച്ച് പറയപ്പെടുകയുണ്ടായി. അയാൾ ലോകം മുഴുവൻ കീഴടക്കി, ലോകം മുഴുവൻ അയാൾ അർഷാന്റെ ആക്കി വെച്ചു. പക്ഷെ മൗത്തിന്റെ ഒത്തായപ്പോണ്ട് അദ്ദേഹം പറഞ്ഞു, മൗത്തുക്ക് മുന്നാടി അദ്ദേഹം പറഞ്ഞു, എന്റെ മയ്യത്തെ കൊണ്ടുപോകാൻ നേരത്തെ എന്ത് ചെയ്യണം, എന്റെ 2 കൈകളെ എന്ത് ചെയ്യണം, ഈ മയ്യത്തിലൊക്കെ പുറത്തേക്ക് ഇടണം, വെളിയിലിട്ടു. എന്തിനു വേണ്ടിയാണ്? ജനങ്ങളെല്ലാം കാരണം ഞാൻ ഇത്രയും വലിയ രാജാവായി, മുഴുവൻ രാജ്യം പിടിച്ചടക്കി, മുഴുവൻ സമ്പത്തില്ലായി. പക്ഷെ എന്റെ മൗത്ത് കൊണ്ടുവന്നിട്ട് എന്റെ കയ്യിൽ ഒന്നും തന്നെ ഇല്ല, എല്ലാം നഷ്ടപ്പെട്ട് വെറും കൈയോടുകൂടി ഞാൻ എന്തെങ്കിൽ ഇവിടെ നിന്ന് യാത്രയാവാണ് എന്ന് അറിയാൻ വേണ്ടിയാണ് എന്നെ ചെയ്യണത്. യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിച്ചതും ദുനിയാവ് അല്ലാഹു തആല മുഖത്തകളാ അല്ലാഹു തആല. പക്ഷെ ദീൻ ആരാണോ പരിശ്രമിക്കുന്നത് അവർക്കാണ് അല്ലാഹു തആല ദീൻ നൽകുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു മുസ്ലിമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലാഹുവിന്റെ കട്ടളയാണ് 5 വക്ത് തൊഴുക ജമാഅത്തായി നമസ്കരിക്കാനുള്ളത്. 5 നേരം മസ്ജിദിൽ വന്ന് തൊഴുക, 5 വക്ത് നമസ്കാരം ഇമാം ജമാഅത്തോടുകൂടി തൊഴുക അല്ലാഹുവിന്റെ ഏറ്റവും വലിയ കട്ടളയാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ഒരു സഹാബി വന്നു. അന്ന് സഹാബിയുടെ പ്രത്യേകത അദ്ദേഹത്തിന്റെ കണ്ണിന് കാഴ്ചയില്ല, കണ്ണ് കാണാൻ പറ്റാതെ. അന്ന് സഹാബി വിവരങ്ങളെടുത്ത് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ വീട്ടിൽ തൊഴുകോട്ടാൻ ചോദിച്ചു. തൊഴുകൾക്ക് പള്ളിയുടെ ബുദ്ധിമുട്ടൊക്കെ അതിനാൽ ഞാൻ വീട്ടിൽ തൊഴുകോട്ടാൻ ചോദിച്ചു. അന്ന സമയത്ത് നബി നായകം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ചൊല്ലിയിട്ട് നീ ബാങ്കിന്റെ ശബ്ദം കേൾക്കുമെന്ന് ചോദിച്ചു. ബാങ്കളി അന്ത വെളി നിന്റെ ചെവിയിൽ വരുമെന്ന് ചോദിച്ചു. അപ്പൊ ആ സമയത്ത് അന്ത സഹാബി വിചാരിച്ച്, യാ റസൂലല്ലാഹ്, ബാങ്കിന്റെ ശബ്ദം എന്റെ ചെവി വരുന്നു, ശബ്ദം നമ്മള് കേൾക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വിചാരിച്ച്, നീ എന്ത് ചെയ്യണം, മസ്ജിദിൽ വന്ന് ജമാഅത്തായി തൊഴുക നിന്റെ മേൽ ഫർളായിരിക്കും. നിന്റെ മേൽ ഫർളാണ്, ജമാഅത്തോടുകൂടി മസ്ജിദിൽ നമസ്കരിക്കാമല്ല, തൊഴുക എന്നുള്ളത് നിന്റെ മേൽ ഫർളാണ്. അപ്പൊ ആ സമയത്ത് അന്ന് സഹാബി ചോദിച്ച, യാ റസൂലല്ലാഹ്, എപ്പോഴും ഞാൻ എന്റെ മസ്ജിദിൽ എത്തുവാങ്ക, എന്റെ കണ്ണിന് കാഴ്ചയില്ല, ഞാൻ എപ്പോഴും എഴുതാങ്ക. ആ സമയത്ത് നബിതങ്ങൾ നായകം സല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരിച്ച്, നീ ഒരു കയറെടുത്തിട്ട് അതിന്റെ ഒരു സൈഡ് എന്ത് ചെയ്യണം, നിന്റെ വീട്ടിൽ കെട്ടുക, രണ്ടാമത്തെ സൈഡ് എന്ത് ചെയ്യണം, മസ്ജിദിൽ കെട്ടുക. എന്നിട്ട് അതിൽ പിടിച്ചാണെങ്കിൽ പോലും എന്ത് ചെയ്യണം, നീ ജമാഅത്ത് നിസ്കാരത്തിൽ എത്തണം, ജമാഅത്തായ തൊഴിലേക്ക് നീ എന്ത് ചെയ്യണം, എത്തിച്ചേരണം. ഇത് അള്ളാഹുവിന്റെ നബിതങ്ങളുടെ കട്ടളയാണ്. നമ്മൾ ചിന്തിച്ചു, നമുക്ക് അള്ളാഹുവിന്റെ എല്ലാ വസ്തുക്കളും തന്നിരിക്കും, നമുക്ക് കാഴ്ച തന്നിരിക്ക്, കേൾവി തന്നിരിക്ക്, സംസാരശേഷി തന്നിരിക്ക്, കാലിന് ശക്തി തന്നിരിക്ക്, കൈക്ക് ശക്തി തന്നിരിക്ക്, ബുദ്ധി തന്നിരിക്ക്. പക്ഷെ നമ്മൾ അള്ളാഹുവിന്റെ മസ്ജിദിൽ ഹയ്യ അലൽ സലാഹ്, ഹയ്യ അലൽ ഫലാഹ്, തൊഴുകെത്താൻ വാങ്ങുക, വ്യക്തികൾ വാങ്ങുക എന്ന് വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ലബ്ബൈക് യാ അല്ലാഹ് ലബ്ബൈക് എന്ന് പറഞ്ഞ് മസ്ജിദ് വാങ്ങുക. അപ്പടി വന്നു കഴിഞ്ഞാൽ അള്ളാഹു തആലക്ക് ரொம்ப ഇഷ്ടമായിരിക്കും. അൽഹംദുലില്ലാഹ്, അള്ളാഹു തആല ചൊല്ലിയാൽ നിങ്ങൾ വീട്ടിൽ നമസ്കരിക്കുന്നതിനേക്കാളും 25 ദറജ നിങ്ങൾക്ക് പ്രതിഫലം വർദ്ധിപ്പിച്ചിരുന്നത്. 25 ദറജ നിങ്ങൾക്ക് പ്രതിഫലം ലഭിച്ചത്. മാത്രമല്ല, നിങ്ങൾ മസ്ജിദിലേക്ക് തൊഴിലേക്കാൾ വരുന്ന ഓരോ ചുവടിനും അള്ളാഹു തആലയും ഓരോ നന്മ എഴുതപ്പെടും. അള്ളാഹു തആലയും അടുത്ത ചുവടിനെയും അള്ളാഹു തആല ഓരോ തിന്മകളെ അള്ളാഹു തആല മാപ്പാക്കും. അള്ളാഹു തആല ഇപ്പടി അൽഹംദുലില്ലാഹ് നന്മകളായിട്ട് കൊണ്ടേയിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അൽഹംദുലില്ലാഹ് നമ്മുടെ മസ്ജിദ് അൽഹംദുലില്ലാഹ് 24 മണിക്കൂറും 5 വക്തിനും അൽഹംദുലില്ലാഹ് അദ്ദേഹം തൊഴിലാളികൾ കൊണ്ട് തരാം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്തായിരിക്കും, അള്ളാഹു തആല നാട്ടിൽ അള്ളാഹ് റഹ്മത്ത് നൽകും. അള്ളാഹു തആല ഹദീസിന്റെ കിതാബിൽ വരുന്നുണ്ട്, ഒരു നാട്ടില് 3 അമലുകൾ ഒരു നാട്ടിൽ നടന്നാൽ ആ നാട്ടിൽ അള്ളാഹു തആല റഹ്മത്തിന് അള്ളാഹു തആല ഇറക്കുന്നത്, ആ നാട്ടിൽ റഹ്മത്ത് കയറും. ഒന്നാമത്തെ കാര്യം എന്താണ്, ആ നാട്ടിലെ മസ്ജിദ് ഇബാദത്ത് കൊണ്ട് അലങ്കരിക്കുന്നതാക്കട്ടെ. മസ്ജിദ് പറയുന്നതാണ് അള്ളാഹുവിന്റെ വീട്, അള്ളാഹുവിന്റെ വീട്. അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി തആല മസാജിദ, അതായത് അള്ളാഹു തആലയ്ക്ക് ഏറ്റവും പ്രിയങ്കരമായ സ്ഥലം മസ്ജിദാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അൽഹംദുലില്ലാഹ് മസ്ജിദുകളെ അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ ഇബാദത്ത് കൊണ്ട് സജീവമാക്കി 5 വക്ത് നമസ്കാരം ജമാഅത്ത് നമസ്കരിച്ച്, സുബഹി അൽഹംദുലില്ലാഹ് ജമാഅത്ത് നമസ്കരിച്ച്, ഇപ്പഴി നമ്മളൊരു ശൂലകൾ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ നാട് അൽഹംദുലില്ലാഹ് ഖൈറിന്റെ റഹ്മത്തിന്റെ ബർക്കത്തിന്റെ നാടായി മാറാൻ കാരണമായിട്ട്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് നമ്മൾ എന്താ ചെയ്യണം, നമ്മൾ അതിന് ഒളിപ്പ് ചെയ്യുമ്പോൾ നമ്മൾ അൽഹംദുലില്ലാഹ് എന്ത് പറ്റിയത്, നമ്മുടെ നാട് ദീനിയായ അവസ്ഥ ഉണ്ടായിട്ട്. അപ്പൊ അതിനുവേണ്ടി അൽഹംദുലില്ലാഹ് എല്ലാ നാട്ടിലെ
കേരള അൽഹംദുലില്ലാഹ് ജമാഅത്ത് വന്ന് രണ്ടിപ്പോൾ അൽഹംദുലില്ലാഹ് 3-4 ദിവസങ്ങളായി അൽഹംദുലില്ലാഹ്. ഇന്ന് ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നാളിലേക്ക് അൽഹംദുലില്ലാഹ് നമ്മുടെ ജമാഅത്ത് പുറപ്പെടും. അപ്പൊ നമ്മൾ ഇൻഷാ അല്ലാഹ് ഇവിടെ അൽഹംദുലില്ലാഹ് ഫജ്ർ മുന്നായി താലീം ഉണ്ടാകും, തമിഴെല്ലാം ഉണ്ടാകും. അപ്പൊ നമ്മൾ ഇതെല്ലാം പങ്കെടുക്കുകയും അൽഹംദുലില്ലാഹ് അദ്ദേഹം മസ്ജിദുമായിട്ടുള്ള തുടർപ്പ്, ദീനുമായിട്ടുള്ള ബന്ധം ഇത് ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ ദുനിയാവിൽ വ്യക്തിതാൻ ആഖിറത്തിൽ അവരുടെ വിജയം കഴിക്കും. അല്ലാഹു തആല നമ്മളുടെ അമലുകൾ നല്ല നിലയിൽ ചെയ്യാനും അവന്റെ പൊരുത്തവും തൃപ്തിയും കരസ്ഥമാക്കാനും അല്ലാഹു തആല നല്ല തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിറു ദഅവാന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഹയ്യ അലസ്സലാത്ത് حي على الصلاة حي على الفلاح حي على الله أكبر الله أكبر. لا إله إلا الله. لا إله إلا الله. الحمد لله الذي تنزهت ذاته عن مشابهة الأمثال وإليه عقولهم تهرب. لا إله إلا الله، لا إله إلا الله وحده لا شريك له، وهو من قلوب العرفاء لا يحجب. نحمده حمدا كثيرا طيبا مباركا هو من جميع المحاد أطيب، ونشكره محفوظا بسنوف الأدب، ونشهد أن لا شريك له ولا ند له، وهو من جبل البريد، وهو من حبل الوريد الأقرب. ونشهد أن سيدنا محمدا عبده ورسوله الذي ختم به النبوة وعرج به إلى السماوات وعلى البراق ركب. صلى الله على محمد صلى الله عليه وسلم. أما بعد، فيا عباد الله
ونفسي أولا بتقوى الله. يا من يطيع الله ورسوله أطيع الله ورسوله فيما أمرك به وما نهاك عنه تحنب. أما تعلم أن الله جل جلاله ونوامه يطلع على ما تفعله، لا تخفى عليه خافية ولا تستر عنه جناية جانية، وهو من حبل الوريد أقرب. أما تعلم أن عليك حفظة لا يذر لحظة ولا يغفلون لمحة، وكل ذلك يكتب. أما تعلم أن الدنيا ليست بدار دوام، كل من يأتي فيه يذهب. دار المحن والفتن، دار الأكدار والحزن، دار المحكر والغرر، دار الهم والضرر، دار لا بقاء لها، بل هو كنسج العنكبوت ما فيه العقرب. فإن كنت تظن أنك تخلد في الدنيا وتدوم فهو ظن فاسد مذموم. وقال الله تعالى: إنما الحياة الدنيا لعب ولهو وزينة وتفاخر في الحياة الدنيا. وقال رسول الله صلى الله عليه وسلم: الدنيا متاع الغرور، الدنيا سجن المؤمن وجنة الكافر. أوصيك بتقوى الله في السر والعلانية، فمن اتقاه حق تقاته لا يكون الأمر عليه أصعب. وألزم عليك ألا تكن حمالة الحطب، فإن من أفسد بين الإخوة سيصلى نار ذات لهب، لا يغني عنه ماله وما كسب. ولا تترك الصلاة مع الجماعة، فمن حافظ عليهن كانت له نورا وبرهانا يوم القيامة، ومن لم يحافظ عليهن حشر مع الفرعون وهامان وقارون، فالأمر عليه أصعب. ولا تغتب أحدا من المسلمين، ولا تكذب على أحد من المؤمنين، فمن فعل ذلك نوقش يوم الحساب. فقد قال النبي صلى الله عليه وسلم: طوبى لمن وجد في صحيفته استغفارا كثيرا، ولا تصوف في التوبة، فما أدرك أن يسرع بك هادم اللذات مفرق الجمع والجماعات، فوقعت في حسرات لا يرجى خلاصها، وهم وغم وتعب. وإني أخوفك من يوم الساعة شديد الأحوال والمناقشة، يوم تشهد فيه عليك أعداؤك ويخاصم معك أصحابك ويعارضك أقرانك الأقرب فالأقرب والأقرب. اللهم يا من هو حي لا يموت، قديم لا يفوت، اللهم نحن عبيدك وأنت مولانا، عملنا سوءا وظلمنا، فارحمنا يوم القيامة ونجنا من النار ذات لهب، والحمد لله رب العالمين. أعوذ بالله السميع العليم من الشيطان الرجيم. ولقد خلقنا الإنسان ونعلم ما توسوس به نفسه، ونحن أقرب إليه من حبل الوريد. الحمد لله العلي العظيم ذي الفضل الجسم واللطف العميم، وأشهد أن لا إله إلا هو وحده لا شريك له شهادة تدخلنا دار النعيم. وأشهد أن سيدنا ومولانا محمدا عبده ورسوله، سيد أرباب التحبيل والتكريم، صلى الله عليه وعلى آله وصحبه ذوي العز والتعظيم. صلى الله على محمد صلى الله عليه وسلم. أما بعد، فيا عباد الله، أوصيكم ونفسي أولا بتقوى الله. عباد الله، هذا يوم عيد فضله الله على سائر الأيام، ويلقب بسيد الأيام. وفيه ساعة ما من دعا الله فيها إلا أجاب دعاءه ونجاه من الخسران. وعليكم بكثرة الصلاة والسلام
على سيد الأنام في سيد الأيام، فإنها منجية من المحن ودافعة للفتن. اللهم صل وسلم على سيدنا محمد وعلى آله وصحبه وأزواجه وبناته وأتباعه، لا سيما على أفضل البشر بعد الأنبياء، رفيق سيد الأنبياء السابق إلى الخيرات بالتحقيق، سيدنا أبي بكر عبد الله الصديق رضي الله عنه، وعلى مزين المنبر والمحراب الناطق بالحق والصواب سيدنا عمر بن الخطاب رضي الله عنه، وعلى جامع القرآن سيد أرباب الحياء والعرفان سيدنا عثمان بن عفان رضي الله عنه، وعلى عالي المناقب باب مدينة العلم بشهادة سيد أرباب المناصب سيدنا علي بن أبي طالب رضي الله عنه، وعلى بضعة رسول الله سيدتنا فاطمة الزهراء رضي الله عنها، وعلى سبطيه النيران سيدنا الحسن وسيدنا الحسين رضي الله عنهما، وعلى عميه مكرمين عند الله والناس سيدنا حمزة وسيدنا العباس رضي الله عنهما، وعلى بقية العشرة المبشرة رضي الله عنهم وعنا في الدنيا والآخرة. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات من الأحياء والأموات. اللهم اعف عن جامع هذه الخطب المذكرة وارزقه خير الدنيا والآخرة. اللهم انصر من نصر دين سيدنا محمد صلى الله عليه وسلم، واخذل من خذل دين محمد صلى الله عليه وسلم. اللهم ارزق أهل الإسلام الشرك شوكة ونصرة، وفرق جمع الكفرة اللائم والباغية الفجرة. والحمد لله رب العالمين. أعوذ بالله من الشيطان الرجيم. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم، ولذكر الله تعالى أعلى وأولى وأعز وأجل وأهم وأتم وأقوى وأكبر. قم الصلاة. الله أكبر الله أكبر الله أكبر الله أكبر. أشهد أن لا